വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വികസിത ഭാരതത്തിനായെന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മാറ്റങ്ങൾ കേരളത്തിലും പ്രകടമാകും. തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ അറിയിച്ചാണ് വിദേശകാര്യമന്ത്രി തലസ്ഥാനത്തെത്തിയത്. അടുത്ത 25 വർഷത്തേക്കുള്ള വികസന പദ്ധതികൾ മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ വികസന സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മാധ്യമങ്ങളെ കാണൽ. കേന്ദ്ര സർക്കാരിന്റെ പോയ വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും കേരളത്തിലെ ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ എത്തിക്കാൻ സാധിച്ചത് മോദി സർക്കാരിന്റെ വിജയമാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ പിന്തുണ അറിയിച്ചായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. Rajiv Chandrasekharan ji, myself, I have worked with him for 5 years. He is a very respected colleague. For me, as foreign minister, I can tell you, in many areas, he's been a very direct support. So I felt I should also come and show my support and my solidarity as he's filing the nomination. അടുത്ത 25 വർഷത്തേക്കുള്ള വികസന പദ്ധതികൾ മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൽ എന്തൊക്കെ വികസനങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരണമെന്നുള്ള കൃത്യമായ അവബോധം കേന്ദ്ര സർക്കാരിനുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ഓരോ മണ്ഡലത്തിലുമുള്ള എൻഡിഎയുടെ സ്ഥാനാർത്ഥികൾ കരുത്തു പകരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. Now, before we come to Rajiv ji, let me say a few words about today, what is happening as we go into elections. കൂടാതെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുണ്ടെന്നും വിദേശങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ഇന്ന് ദൃഢമാണെന്നും യുദ്ധമുഖത്തും കൊറോണ മഹാമാരിക്കാലത്തും കുടുങ്ങിക്കിടന്നവരെ തിരികെ രാജ്യത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത്. പ്രവാസികളെയും സാധാരണക്കാരെയും നരേന്ദ്രമോദി സർക്കാർ ഒരുപോലെയാണ് ചേർത്ത് പിടിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.